തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആര് ജയിക്കും എന്ന കൗതുകം കേരളത്തിൽ മാത്രമല്ല, അത് മറ്റ് ഇടങ്ങളിലും ഉണ്ട്. ഈ വിശ്വപൗരൻ ശശി തരൂർ വീണ്ടും പാർലമെൻറ്റിൽ എത്തുമോ എന്ന വലിയൊരു വിഭാഗം ആളുകൾ ഉറ്റുനോക്കുന്നുണ്ട്. ശശി തരൂർ സ്വാഭാവികമായും അദ്ദേഹം AICC തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഈ കോൺഗ്രസ് നേതൃത്വം കേരളത്തിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്ന് വലിയ തോതിൽ ആകാംക്ഷയോടെ തന്നെയാണ് നോക്കുന്നത്. തിരുവനന്തപുരം തനിക്ക് വളരെ സുരക്ഷിതമായൊരു മണ്ഡലമാണ് എന്ന ആത്മവിശ്വാസം ശശി തരൂരിനുണ്ട്. എന്നാലും തിരുവനന്തപുരത്ത് ഒരു ത്രികോണ മത്സരം ഉണ്ടാകും എന്ന് ശശി തരൂർ തന്നെ സമ്മതിക്കുകയാണ്. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ BJPക്ക് രണ്ടാം സ്ഥാനമുണ്ട് എന്നത് ഒരു രാഷ്ട്രീയമായ സവിശേഷതയാണ്. അപ്പോൾ BJPയും കനത്ത വെല്ലുവിളിയാണ് തിരുവനന്തപുരത്ത് ഉയർത്തുന്നത്. അവരെ ഇറക്കിയിട്ടുള്ള സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് മണ്ഡലത്തിൻ്റെ ഒരു സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ രണ്ടുപേരും തിരുവനന്തപുരംകാർക്ക് താല്പര്യമുള്ള വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ശശി തരൂർ ഒരു വിശ്വപൗരനാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറും അങ്ങനെ ആഗോള ബന്ധമുള്ള ഒരു വ്യവസായ പ്രമുഖൻ എന്ന നിലയിൽ അദ്ദേഹവും ആളുകളുടെ അംഗീകാരമൊക്കെ നേടിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പന്ന്യൻ രവീന്ദ്രൻ സാധാരണക്കാരനാണ്. അദ്ദേഹം കണ്ണൂരുകാരനാണ്. അദ്ദേഹം മുമ്പ് പക്ഷേ തിരുവനന്തപുരത്ത് ബൈ ഇലക്ഷനിൽ ജയിച്ചിട്ടുണ്ട്. പന്ന്യൻ ഇവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. കുറേ കൂടി താഴെ തട്ടിലുള്ള ആളുകളുമായൊക്കെ അടുപ്പം പുലർത്തുകയും രാഷ്ട്രീയത്തെ ഒരു എളിയ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മൾ താഴേക്കിടയിലുള്ള ആളുകളുടെ ഇടയിലെ പ്രവർത്തനമായൊക്കെ കാണുകയും ചെയ്യുന്ന പന്ന്യൻ രവീന്ദ്രനും രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു ആഗോള മുഖമായി മാറുന്ന തരൂരും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഇതാര് തിരുവനന്തപുരത്ത് ജയിക്കും എന്നത് വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂടുതൽ ഹൈന്ദവ വോട്ടർമാരാണ്. ഏതാണ്ട് 76% ഹിന്ദുക്കൾ ആണ് വോട്ടർമാരുള്ളത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊരു 14%, ഒരു 9% മുസ്ലിം വോട്ടർമാരുമാണ് മണ്ഡലത്തിൽ ഉള്ളത്. ആദ്യ തവണ മത്സരത്തിനെത്തിയ ശശി തരൂർ നിലവിലെ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം ഒരു 2% 2009 വർദ്ധിപ്പിച്ചാണ് അദ്ദേഹം ജയിച്ചത്. പക്ഷേ അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പ് ശശി തരൂരിന് അത്ര കണ്ട് സുഖകരമായിരുന്നില്ല. 2014 അദ്ദേഹം തോൽക്കുമെന്നുള്ളൊരു ആശങ്ക വരെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ 10% വോട്ട് താഴേക്ക് വീണെങ്കിലും ശശി തരൂർ ജയിച്ചു കയറുന്നൊരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ പ്രശ്നങ്ങളൊക്കെ വീണ്ടും പരിഹരിച്ചു. കേരളത്തിൽ ഉടനീളം ഒരു കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കുന്നൊരു സാഹചര്യത്തിൽ ശശി തരൂരിന് വീണ്ടും വോട്ട് വർദ്ധിക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലായിടത്തും BJPയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചൊരു സാഹചര്യത്തിൽ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPയുടെ വോട്ട് ശതമാനം താഴേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം 32.4% വോട്ടുണ്ടായിരുന്ന BJPയുടെ പെർഫോമൻസ് 31.4%, ഏതാണ്ട് 1% താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോവളം സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം LDFന് മേൽക്കൈ നേടാൻ കഴിഞ്ഞു എന്നത് അവർക്കൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അപ്പോൾ അതേസമയം BJPക്കാകട്ടെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ല പാർലമെൻറ്റിൽ ഇവിടെ വരുന്നത് എന്നൊരു ആശ്വാസം ഉണ്ട്. ഇപ്പോൾ ഈ പാർലമെൻറ്റിലേക്ക് BJP ഇലക്ഷനെ നേരിടുമ്പോൾ 2021 അവർക്ക് അസംബ്ലി ഇലക്ഷനിൽ 23% കിട്ടിയതെങ്കിൽ 2019 പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർക്ക് 31% വോട്ടുണ്ട്. അതേസമയം അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അത് അതിന് മുന്നത്തേത് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 2016 എടുക്കുകയാണെങ്കിൽ 24%, 2011 അത് 12%. പക്ഷേ പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ അത് 30% അടുത്തേക്ക് വരുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ചില ഘട്ടങ്ങളിൽ 30 മുകളിലേക്കും പോകുന്നുണ്ട്. ഏതായാലും 2009 പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് BJP വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു എന്നതാണ് മണ്ഡലത്തിലൊരു പ്രധാന സവിശേഷത.
ഈ വോട്ടർമാർ എങ്ങനെ വോട്ട് ചെയ്യും എന്നത് ഒരു പ്രധാന ഘടകമാണ്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തോതിൽ ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് ഫാൻസാണ്. തരൂർ ഇംഗ്ലീഷിൽ ഫോസിനോസിലി ഹെലിബിലിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ കൗതുകത്തോടു കൂടി ഏറ്റെടുക്കുന്നവരാണ് തിരുവനന്തപുരത്തുകാർ. അദ്ദേഹത്തിൻ്റെ ഭാഷാ പാണ്ഡിത്യവും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുറേ കൂടി ആ ഒരു ഉന്നത നിലവാരം പുലർത്തുന്ന സംസാര ശൈലിയും ഒക്കെ ആസ്വദിക്കുകയും അത് അഭിമാനത്തോടെ അതിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന തിരുവനന്തപുരത്ത് ഒരു വലിയ ശതമാനം വോട്ടർമാർ അദ്ദേഹത്തോട് ഇപ്പോഴും ആ ഒരു മമത വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ ശശി തരൂരിനെ വേണ്ടത്ര രീതിയിൽ മണ്ഡലത്തിൽ ലഭ്യമായിട്ടുണ്ടോ എന്ന ചോദ്യം ഇടതുമുന്നണി ആളുകൾക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ പന്ന്യൻ രവീന്ദ്രനാണെങ്കിൽ കുറേ കൂടി ജനങ്ങൾക്ക് പെട്ടെന്ന് അവർക്ക് ഈസിലി ആക്സസിബിളായൊരു സ്ഥാനാർത്ഥിയായിരിക്കും. ജയിച്ചാൽ തന്നെയും പെട്ടെന്ന് കാണാനും ആളുകൾക്ക് സമീപിക്കാനും ഒക്കെ കഴിയുന്ന ഒരാളായിരിക്കും എന്നൊക്കെയുള്ള ഒരു നിലപാടാണ് ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം രാജീവ് ചന്ദ്രശേഖരാകട്ടെ BJP വലിയ വികസന പദ്ധതികൾക്ക് രാജ്യമെമ്പാടും തുടക്കമിടുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് കേരളത്തിൽ കൂടി അതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഉണ്ടാകാൻ ഒരു BJP MP വേണം. അപ്പം മോദി വികസന പദ്ധതികൾ രാജ്യമെമ്പാടും നടപ്പിലാക്കുന്നു. തിരുവനന്തപുരത്തിൽ വലിയ വികസന പ്രോജക്റ്റുകൾ കൊണ്ടുവരുവാൻ തനിക്ക് കഴിയും. മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ എന്തായാലും അധികാരത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗമാകുന്നൊരു MPയെ ജയിപ്പിച്ചാൽ അത് നാട്ടുകാർക്ക് കുറേ കൂടി ഗുണകരമാകും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളോടുകൂടിയാണ് നിലപാടോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ഒരു ത്രികോണ മത്സരമാകും എന്ന് എല്ലാവരും തന്നെ സമ്മതിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും ഇത് ആർക്ക് അനുകൂലമാകും എന്നത് ഒരു വലിയ സർപ്രൈസ് ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതേസമയം ശശി തരൂരിന് തൻ്റെ 4ാം തവണയും മണ്ഡലം പിടിച്ചു നിർത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് ഒരു ആദ്യ പാർലമെൻറ്റിലേക്ക് ആദ്യമായി ഒരു ലോക്സഭയിലേക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു MP ആകാൻ കഴിയും എന്ന് കരുതുന്നവരുണ്ട്. BJPയും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മണ്ഡലത്തെ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലം ദേശവ്യാപകമായി തന്നെ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ശ്രദ്ധയാകുന്ന ഒരു പാർലമെൻറ്റ് സീറ്റായി മാറുകയും ആണ്. ഇത് BJPക്ക് അനുകൂലമായാൽ അതൊരു ചരിത്ര സംഭവമായിരിക്കും. അതേസമയം ശശി തരൂരിനിത് നിലനിർത്താൻ കഴിഞ്ഞാൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എക്കാലവും അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാനകരമായ നേട്ടമായി മാറുകയും ചെയ്യും.